സൺഫ്ലവർ സീഡ്സ് അല്ലെങ്കിൽ സൂര്യകാന്തിയുടെ വിത്തുകൾ അത് ഡെയിലി കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെയിലി കഴിക്കുമ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം അല്ലെങ്കിൽ 30 ഗ്രാംസ് അളവിൽ മാത്രമാണ് ഡെയിലി കഴിക്കേണ്ടത്. അമിതമായിട്ട് സൺഫ്ലവർ സീഡ്സ് കഴിച്ചാൽ അതിന് ചില സൈഡ് ഇഫക്ട്സ് ഉണ്ട്, അലർജി ഒക്കെ ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാരണം, പിന്നെ അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. കൂടുതൽ അളവിൽ സ്ഥിരമായിട്ട് സൺഫ്ലവർ സീഡ്സ് കഴിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. എന്നാൽ ഈ സൺഫ്ലവർ സീഡ്സിൽ ഒട്ടനവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളമായിട്ട് സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ഇ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിന്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അസുഖങ്ങളുടെ ഒന്നും ഭാഗമല്ലാതെ, അതായത് തൈറോയിഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റ് എൻഡോക്രൈൻ കംപ്ലൈൻസിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ലാതെ മുടികൊഴിച്ചിലുണ്ടെങ്കിൽ ഈ സൺഫ്ലവർ സീഡ്സ് ദിവസേന ഒരു 2 ടേബിൾ സ്പൂൺ കഴിക്കുന്നത് കൊണ്ട് മുടികൊഴിച്ചിൽ മാറുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. സൺഫ്ലവർ സീഡ്സിൽ മോണോ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LDL കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ ഇത് വളരെയധികം നല്ലതാണ്. നിയാസിൻ അടങ്ങിയിട്ടുണ്ട്. നിയാസിൻ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ നിയാസിൻ സഹായിക്കും. വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിന്റെ ഒരു ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. സ്കിന്നിന് ഒരു തിളക്കം ലഭിക്കാനൊക്കെ ഡെയിലി ഇത് കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. ഇതിൽ ധാരാളമായിട്ട് സെലീനിയം അടങ്ങിയിട്ടുണ്ട്. സെലീനിയം മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ നല്ലതാണ്. പക്ഷേ തീർത്തും വിഷാദരോഗം പോലുള്ള അവസ്ഥകളിലേക്കൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള കൗൺസിലിംഗും മെഡിസിൻസും എടുക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഭക്ഷണം കൂടെ കറക്റ്റ് ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ സൺഫ്ലവർ സീഡ്സ് ദിവസേന ഒരു 2 ടേബിൾ സ്പൂൺ കഴിക്കുന്നത് സെലീനിയം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മെന്റൽ ഹെൽത്തിന് വളരെയധികം ഗുണം ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഇ, സിങ്ക്, സെലീനിയം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് ഒരു പരിധി വരെ തടയാൻ ഇത് സഹായിക്കും. സൺഫ്ലവർ സീഡ്സിൽ വൈറ്റമിൻ B1, B3, B5, B6 എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്രെയിനിന്റെ ഒരു ആരോഗ്യത്തിന് നല്ലതാണ്. ഓർമ്മശക്തിയൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഓർമ്മക്കുറവ് വരുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ പേശികളുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ ഈ വൈറ്റമിൻ B1, B3, B5, B6 ഒക്കെ സഹായിക്കും. അതുകൊണ്ട് പേശികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സൺഫ്ലവർ സീഡ്സ് വളരെയധികം നല്ലതാണ്. മാത്രമല്ല, അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് സൺഫ്ലവർ സീഡ്സിൽ. അതുകൊണ്ട് വിളർച്ച തടയാൻ ഒരു പരിധി വരെ സഹായിക്കുന്ന ഒന്നാണ് സൺഫ്ലവർ സീഡ്സ്. സൺഫ്ലവർ സീഡ്സിലെ ബീറ്റ സിറ്റോസ്റ്റിറോൾ, ഫൈറ്റോസ്റ്റിറോൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ദിവസേന 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡ്സ് കഴിക്കാൻ ശ്രമിക്കുക. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സ്മൂത്തിയിലോ സാലഡ്സിലോ ഓട്സിലോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. സൺഫ്ലവർ സീഡ്സ് വളരെ ഹെൽത്തിയാണ്. പക്ഷേ സൺഫ്ലവർ ഓയിൽ എത്രത്തോളം ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരുപാട് മായമൊക്കെ ചേർത്തിട്ടാണ്, പാരഫിൻ ഓയിലൊക്കെ മിക്സ് ചെയ്താണ് വരുന്നത് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ അത്ര ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ ഒരുപാട് അഡൾട്രൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ സീഡ്സ് ഒരു ശീലമാക്കുന്നത് നല്ലതാണ്.